ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസികൾ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മൾ വിശ്വസിക്കുന്ന ദീനിൽ ലോജിക്കുണ്ട്, അഥവാ യുക്തിയുണ്ട്. എന്നാൽ നമ്മുടെ ലോജിക്കല്ല ദീൻ എന്ന് പറയുന്നത്, അഥവാ നമ്മുടെ യുക്തിയല്ല ദീൻ എന്ന് പറയുന്നത്. ദീനിൽ എന്തുണ്ട്? യുക്തിയുണ്ട്. എന്നാൽ നമ്മളെ യുക്തിയല്ല ദീൻ എന്ന ആശയം ഒരു വിശ്വാസി കൃത്യമായി മനസ്സിലാക്കണം. ഇന്ന് പല ആളുകളും പ്രമാണങ്ങളുടെ പിൻബലമില്ലാത്ത കാര്യങ്ങൾ മതത്തിൻ്റെ ഭാഗമാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി അവരുടെ സ്വന്തം ലോജിക്കാണ്, സ്വന്തം യുക്തിയാണ് പലപ്പോഴും അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇസ്ലാമിനെ അല്ല. അവരുടെ യുക്തിക്കാണ് പ്രാധാന്യം, ലോജിക്കിനാണ്, അവരുടെ ലോജിക്കിനാണ് പ്രാധാന്യം. അതാണ് ദീനിലുള്ളതെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ദീനിയായ കാര്യങ്ങളെ, അഥവാ ഖുർആനിനെയും സുന്നത്തിനെയും ഒക്കെ ആവശ്യാനുസരണം അവർ ഉപയോഗപ്പെടുത്തുന്നു എന്നതാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി. അത് കുറച്ചുകൂടെ മനസ്സിലാകാൻ അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സമുദായത്തിലൊരു വലിയ വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്ന നബിദിനാഘോഷം എന്ന് പറയുന്നത്. ആ നബിദിനാഘോഷത്തെ സംബന്ധിച്ച് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ തെളിവെന്താണ്? അത് നടത്തുന്ന ആളുകളോട് തന്നെ അതിന് തെളിവിനെ പറ്റി സംസാരിച്ചാൽ അവർ പറയാം, അതിൻ്റെ തെളിവിനെ കുറിച്ച് നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിനൊന്നും കൃത്യമായ ഉത്തരം പറയില്ല. അപ്പോൾ ഖുർആനിലുണ്ടോ എന്ന് നടത്തുന്ന ആൾക്കാരോട് ചോദിച്ചാൽ ഖുർആനിലുണ്ട് എന്ന് വസ്തുനിഷ്ഠമായി അവർക്ക് പറയാൻ കഴിയില്ല. ഹദീസിലുണ്ടോ എന്ന് ചോദിച്ചാൽ അതും വസ്തുനിഷ്ഠമായി പറയാൻ കഴിയില്ല. സ്വഹാബത്ത് ആരെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടോ, നബിദിനാഘോഷം ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞാലും അത് തെളിയിക്കാൻ കഴിയില്ല. താബീങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ തെളിയിക്കാൻ കഴിയില്ല. എന്തിനധികം 500 വർഷങ്ങളോളം ഇത് ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ, ഹിജറ 500 വർഷത്തോളം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ അത് കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. ഇങ്ങനെ ഇതിനൊന്നും ഇല്ല എന്ന് മാത്രമേ അവർക്ക് പറയാൻ കഴിയുകയുള്ളൂ. പിന്നെ എന്തുകൊണ്ട് ഇത് ആഘോഷിക്കുന്നു എന്ന് ചോദിച്ചാൽ സ്വന്തം നിലക്കുള്ള ചില യുക്തികളും ചില ന്യായങ്ങളും ചില ലോജിക്കുകളും പറഞ്ഞുകൊണ്ട് അതിനനുസരിച്ച് അവര് പ്രമാണങ്ങളെ ഇങ്ങോട്ട് വളച്ച് വ്യാഖ്യാനിക്കുന്ന രീതിയാണ് പലപ്പോഴും കാണുന്നത്. അതായത് സ്വന്തം യുക്തിക്ക് തെളിവുണ്ടാക്കുക മാത്രമാണ് അവർ ചെയ്തിട്ടുള്ളത്. അതിനുവേണ്ടി പ്രമാണങ്ങളെ എന്ത് ചെയ്യുന്നു? വളച്ചൊടിക്കുന്നു. ഇത്തരം യുക്തികൾ ഇപ്പോൾ ആധുനിക സൗകര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഈ AI സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഇപ്രാവശ്യം കൂടുതൽ ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യം അതാണ്. അതായത് AI-യിലൂടെ പുതിയ കഥാപാത്രങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഇതിന് ആ കഥാപാത്രങ്ങൾ ഉണ്ടാക്കിയിട്ട് 1 മിനിറ്റ് 1/2 മിനിറ്റുള്ള ക്ലിപ്പുകൾ ഇങ്ങനെ സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. ആ ക്ലിപ്പുകളിൽ എന്താണ്? നബിദിനം ആഘോഷിക്കാം എന്ന് വരുത്തി തീർക്കുന്ന അവരുടെ മനസ്സിലുള്ള ചില യുക്തികളാണ് എന്ത് ചെയ്യുന്നത്? അവരതിൽ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരമൊരു ഘട്ടത്തിൽ എന്താണ് ഇതിൻ്റെ വസ്തുത എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്വന്തം യുക്തിക്ക് പ്രമാണങ്ങൾ അവർ വളച്ചൊടിക്കുന്നതിൻ്റെ കുറേ അധികം ഉദാഹരണങ്ങളുണ്ട്. ഇതൊക്കെ വിശ്വാസികൾ പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. അതിൽ 2-3-4 ഉദാഹരണങ്ങൾ മാത്രം ഞാൻ പറയാം. ഒന്നെന്താന്ന് ചോദിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് സന്തോഷിക്കാനുള്ള കൽപ്പന സൂറത്ത് യൂനുസിലെ 58-ാമത്തെ ആയത്തിലുണ്ടല്ലോ എന്നാണ് പറയാൻ. ഇത് പറയാൻ എന്താണ്? ഒരു 30 സെക്കൻഡ് മതി. കേട്ടാ തോന്നുന്നത് സൂറത്ത് യൂനുസിൽ അങ്ങനെ ഒരു ആയത്തുണ്ട്, ആ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്യുന്നത് എന്ന് ആ ക്ലിപ്പ് കേൾക്കുന്ന ആൾക്കാർക്ക് തോന്നും. എന്നാൽ അതിന്റെ മറുവശം എന്താ? ഏതാണ് ആ ആയത്ത് നമ്മൾ കേൾക്കണം. സൂറത്ത് യൂനുസിൽ 58-ാമത്തെ ആയത്തിൽ അങ്ങനെ ഉണ്ടോ? കുൽ ബിഫദ്ലില്ലാ, അതാണ് ഞാൻ നേരത്തെ ഓതി വെച്ച ആയത്ത്. കുൽ ബിഫദ്ലില്ലാ, നബിയെ പറയുക, ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. അല്ലാഹുവിന്റെ ഫദ്ല് കൊണ്ട്, അഥവാ ഔദാര്യം കൊണ്ടും അവന്റെ കാരുണ്യം കൊണ്ടും അവർ സന്തോഷിച്ചു കൊള്ളട്ടെ, അതാണ് അവർ ശേഖരിച്ചു വെക്കുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്നാണ്. അപ്പൊ 2 കാര്യങ്ങൾ കൊണ്ട് അവർ സന്തോഷിച്ചു കൊള്ളട്ടെ എന്ന് ഖുർആനിലുണ്ട്. ഒന്ന് ഫദ്ല് കൊണ്ട് സന്തോഷിക്കട്ടെ, മറ്റൊന്ന് റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കട്ടെ. ഇതായല്ലോ ആയത്തായി. ഇനി അടുത്തൊരായത്ത് ഇതിലേക്ക് ചേർത്ത് വെക്കും. ഏതാ അടുത്ത ആയത്ത്? വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. എന്താണ്? വമാ അർസൽനാക, നിന്നെ നാം അയച്ചിട്ടില്ല, ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ, ഈ ലോകർക്ക് മാനവർക്ക് റഹ്മത്തായി കൊണ്ടല്ലാതെ, കാരുണ്യമായി കൊണ്ടല്ലാതെ നിന്നെ നാം അയച്ചിട്ടില്ല നബിയേ. അപ്പൊ എന്തായി?
അള്ളാഹിന്റെ പ്രവാചകൻ റഹ്മത്താന്ന ആയത്തുണ്ട് വേറെ ആയത്തില്. എന്നിട്ട് രണ്ടും കൂട്ടി ഘടിപ്പിച്ചിട്ട് എന്ത് പറയാണ്? അപ്പൊ ആ റഹ്മത്തോണ്ട് നിങ്ങൾ സന്തോഷിച്ചോളി എന്നാണ് എന്ത് ഈ ആയത്തിലുള്ളത്, സൂറത്ത് യൂനിസിലെ ആയത്തിലുള്ളത്. അതാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, നബിനെ കൊണ്ട് സന്തോഷിക്കുക എന്ന് പറഞ്ഞ് നബിദിനം നടത്തുന്നത്. ഇതാണ് ഇതിന്റെ ഒരു വ്യാഖ്യാന കസർത്ത് എന്ന് പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇതൊരു യുക്തി മാത്രമാണ്. ഈ ആയത്തിന്റെ ഉദ്ദേശം ഇതൊന്നുമല്ല, ഈ പറയുന്നതൊന്നുമല്ല. അതിന് കാരണങ്ങൾ എന്താ വെച്ചാൽ, ഒന്നാമത്തെ കാരണം, ഈ ആയത്ത് തെളിവാക്കി ഇത് നബിദിനത്തിന് തെളിവാണെങ്കിൽ ഇതാദ്യം ഓതി കൊടുത്തതാരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ അല്ലേ ലോകം കേട്ട്? ആ നബിയാണ് ഈ ആയത്ത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യേണ്ടത്, നബിദിനാഘോഷത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. അത് കേട്ടവരാരാ? സ്വഹാബത്താണ്. ആദ്യ കാലഘട്ടത്തിൽ നൂറ്റാണ്ടിലെ ആളുകളാണ്. ആ സ്വഹാബത്ത് പിന്നെ ചെയ്തിട്ടില്ല. അവരെ തുടർന്ന് വന്ന താബീങ്ങൾ ചെയ്തിട്ടില്ല, തബൗ താബീങ്ങൾ ചെയ്തിട്ടില്ല. അതായത് ഹിജ്റ 400 വർഷത്തിന്റെ അവസാന കാലത്ത് ഫാത്തിമിയാക്കൾ ഉണ്ടാക്കിക്കൊണ്ടുവന്ന പുതിയ ഒരു കെട്ടുകാഴ്ചയാണിത്. അപ്പൊ നിങ്ങൾ ശരിക്കും ആലോചിക്കണം, ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നബിദിനം ആഘോഷിക്കലായിരുന്നു തെളിവ് എങ്കിൽ ഈ 500 വർഷത്തെ ഇസ്ലാമിലെ ഏറ്റവും പ്രമുഖരായ സഹാബികൾ കടന്നുപോയത് ഈ ആയത്ത് മനസ്സിലാക്കാതെയാണെന്ന് പറഞ്ഞാൽ അതിലും വലിയ വിഡ്ഢിത്തത്രത്തോളം നിങ്ങൾ അയച്ചു നോക്കി. അത് അവരെ കുറിച്ചുള്ള ഒരു ആക്ഷേപം പറയൽ കൂടിയാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇതിൽ ഫളല് റഹ്മത്ത് എന്ന് പറഞ്ഞ 2 വാക്കാണല്ലോ ഉള്ളത്. ആ ഫളലും റഹ്മത്തും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എല്ലാ മുഫസ്സിറുകളും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇബ്നു കസീർ റഹ്മഹുള്ള തന്റെ തഫ്സീറിൽ സ്വഹാബികളെ ഉദ്ധരിച്ചുകൊണ്ട് ഇക്കാര്യം വ്യക്തമാക്കേണ്ടത് ഇങ്ങനെയാണ്. വഖാല ഇബ്നു അബ്ബാസ് വ അബൂ സഈദ് അൽ ഖുദരി ഫളിലുല്ലാഹ്, അല്ലാഹുവിന്റെ ഫളല് എന്ന് ഈ ആയത്തിൽ പറഞ്ഞത് എന്താണ്? അൽ ഖുർആൻ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഖുർആനാണ് അല്ലാഹുവിന്റെ ഫളല് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വറഹ്മതുഹു, ഈ ആയത്തിൽ പറഞ്ഞ റഹ്മത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അൽ ഇസ്ലാം, അത് ഇസ്ലാമാകുന്നു. അപ്പൊ ഈ ആയത്തുകൊണ്ട് എന്താ ശരിക്കുള്ള അർത്ഥം? ഇതാണ് ശരിക്കും ആയത്തും ഹദീസും സ്വന്തം യുക്തിക്കും ബുദ്ധിക്കും അനുസരിച്ചു കൊണ്ടല്ല വ്യാഖ്യാനിക്കേണ്ടത്. അത് മുഫസ്സിറുകൾ അത് ആ ഒരു പശ്ചാത്തലം വെച്ച് എന്താന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുവീൻ എന്ന് പറയുന്നത് ഖുർആൻ കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുവീൻ, ഇസ്ലാം കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുവീൻ എന്നാണ് സൂറത്ത് യൂനിസിലെ ആയത്തിന്റെ വിവക്ഷ. എന്നിട്ട് അത് നീട്ടി വലിച്ചു കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുക, വേറൊരായത്തിൽ റഹ്മത്ത് എന്ന് നബിനെ പറ്റി പറഞ്ഞിട്ടില്ലേ, അപ്പൊ ആ റഹ്മത്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വളഞ്ഞു തിരിഞ്ഞ് പറഞ്ഞു പോവുകയാണ്. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ ഈ 500 കൊല്ലത്തുള്ള ഏറ്റവും ഉത്തമമായ തലമുറയിൽപ്പെട്ട ആർക്കും ഈ ആയത്ത് മനസ്സിലായില്ല എന്ന വലിയ അധിക്ഷേപം കൂടി അതിനോടൊപ്പം പറഞ്ഞു വെക്കുന്നുണ്ട് എന്ന് അത്തരം ആളുകൾ വിനയപുരസ്സരം ഓർക്കേണ്ടതുണ്ട്. ഒന്ന്, അപ്പൊ ഞാൻ പറഞ്ഞ ചുരുക്കം എന്താ? ഖുർആനിലും ഹദീസിലും തെളിവില്ല, സ്വന്തം യുക്തിയും ബുദ്ധിയും ലോജിക്കും പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഇതിനങ്ങോട്ട് വളച്ച് വ്യാഖ്യാനിച്ച് സമർത്ഥിക്കുക. ഇനി വേറൊരു ഉദാഹരണം നോക്കി നിങ്ങൾ. ഇപ്പൊ വേറൊന്ന് പേര് പറയാറുള്ളത് എന്താന്ന് വെച്ചാൽ, തിങ്കളാഴ്ച നോമ്പിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ളതാണ്. നിങ്ങൾ എന്താ തിങ്കളാഴ്ച നോമ്പ് നോൽക്കണമെന്ന് ചോദിച്ചപ്പോൾ നബിയോട് ചോദിച്ചപ്പോൾ നബി പറഞ്ഞു, ദാക യൗമുൻ, അന്നത്തെ ദിവസമാണ്, വുലിത്തു ഫീഹി, ഞാൻ ജനിച്ചത്, വയൗമുൻ യുബ്അസ്തു, അന്നത്തെ ദിവസമാണ് നാം എഴുന്നേറ്റ് വരികയും ചെയ്യാം എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അപ്പോ പിന്നെ തിങ്കളാഴ്ച നോമ്പ് നോൽക്കാനുള്ള കാരണമായി റസൂലുള്ളാഹി പറഞ്ഞത് ഞാൻ അന്ന് ജനിച്ച ദിവസമാണ്. അപ്പൊ ജനിച്ച ദിവസം നബി എന്ത് ചെയ്തിട്ടുണ്ട്, പ്രത്യേകമായിട്ടൊരു നോമ്പ് നോറ്റിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് അത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക, നബിദിനം നടത്തിക്കൂടെ എന്നാണ് പിന്നെ ഇതിന് ന്യായീകരണമായിട്ട് പറയാറുള്ളത്. ഈ ഹദീസ് യഥാർത്ഥത്തിൽ നബിദിനാഘോഷം നടത്താനുള്ള തെളിവല്ല, നടത്തരുത് എന്നുള്ളതിനുള്ള തെളിവാണ്. അങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത്. കാരണം എന്താ വെച്ചാൽ, പ്രവാചകൻ ഇവിടെ ചെയ്തത് എന്താ? നോമ്പനുഷ്ഠിക്കുകയാണ് ചെയ്തത്. ഈ നബിദിനാഘോഷത്തിന്റെ ദിവസം നടക്കുന്നത് എന്താ? അന്ന് പ്രത്യേകം പായസം വെക്കുക ചെയ്യുന്നത്. അപ്പൊ തന്നെ എതിരായില്ലേ? നബി ചെയ്തത് എന്താ? നോമ്പ് വെക്കുക, ഇബാദത്ത് എടുക്കുക ചെയ്തത്. ആ ഇബാദത്തിന് പകരം ഇന്ന് നമ്മളെ നാട്ടിൽ കാണുന്നത് എന്താണ്? നോമ്പെടുക്കല്ല. ഞാൻ അന്ന് ആരെങ്കിലും നോമ്പെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും ഓൻ എല്ലാ കവലയിലും വെച്ചുകൊണ്ട് പായസം കൊടുക്കും. പിന്നെ എങ്ങനെ ഈ ഹദീസ് കൊണ്ട് ഇതാണെന്ന് പറയാം? അപ്പൊ നേരെ ഉൾട്ടാണ് അവിടെ നടക്കുന്നത്. അപ്പൊ നബി ഒരിക്കലും അതൊരു നോമ്പനുഷ്ഠിക്കുക എന്നല്ലാതെ അത് ആഘോഷമാക്കിയിട്ടില്ല. ഇവിടെ നടക്കുന്നത് നേരെ തിരിച്ചാണെന്ന് മനസ്സിലാക്കണം. പിന്നെ ഇസ്ലാമില് ഇനി ആഘോഷം എത്രണ്ണാന്നാ നബി പഠിപ്പിച്ച്? അപ്പൊ നബി എന്ത് പറയണം എന്നാല്? ഇസ്ലാമിൽ 3 ആഘോഷം ഉണ്ടെന്ന് പഠിപ്പിക്കണ്ടേ? ഒന്നേതാ? ചെറിയ പെരുന്നാൾ. 2 വലിയ പെരുന്നാൾ. 3 ഞാൻ ജനിച്ച ദിവസം എന്ന് പറയണ്ടേ? അങ്ങനെയല്ലല്ലോ ഉള്ളത്. മുസ്ലിങ്ങൾക്ക് 2 ആഘോഷമേ ഉള്ളൂ. ആ 2 ആഘോഷം, ഒന്ന് ഈദുൽ ഫിത്തറും ഒന്ന് ഈദുൽ അദ്ഹയുമാണ്. അപ്പൊ അവിടെയും പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ ആ ന്യായം ശരിയല്ല.
ഇനി വേറൊന്ന് നോക്കി നിങ്ങള്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് പറ്റിയത് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച മാത്രം. ഇനി അങ്ങനെയുണ്ടോ? നബി എല്ലാ ആഴ്ചയിലും തിങ്കളാഴ്ച നോക്കാൻ പറഞ്ഞത്. എല്ലാ ആഴ്ചയും എന്ത് ചെയ്തിട്ടുണ്ട്? എല്ലാ തിങ്കളും വ്യാഴം ഉണ്ട്. ആ തിങ്കളിൽ പെട്ട നോമ്പ് എല്ലാ ആഴ്ചയിലും തിങ്കളാഴ്ചയുണ്ട്. അപ്പൊ ഇത് ഒരിക്കലും ഇതിനോട് എന്ത് ചെയ്യാൻ പാടില്ല, യോജിപ്പിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അപ്പൊ ഇതും തന്നെ ഈ നോമ്പിന്റെ പേര് പറഞ്ഞിട്ട് വലിച്ചു നീട്ടിയിട്ടാണ് പിന്നെന്ത് ഇതൊക്കെ ചെയ്യാന്ന് പറഞ്ഞു കൊണ്ടുവരുന്നത്. അതും ഒക്കുന്ന കാര്യമല്ല. ഇതും കൃത്യമായി അവനാന്റെ യുക്തി മാത്രമാണ്, ലോജിക്ക് മാത്രമാണ്, ഒരിക്കലും ഇസ്ലാമിക പ്രമാണങ്ങളുടെ പിൻബലമില്ല. മൂന്നാമത്തെ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, ഉമർ റളിയല്ലാഹു തറാവീഹ് ജമാഅത്തായി സംഘടിപ്പിച്ചു. തറാവീഹ് നോമ്പ് കാലത്ത് തറാവീഹ് നിസ്കാരം ജമാഅത്തായിട്ട് സംഘടിപ്പിച്ചു. അത് സംഘടിപ്പിച്ച സമയത്ത് ഉമർ റളിയല്ലാഹു ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ. ഏതാണ് ആ വാക്ക്? നിഅമത്തുൽ ബിദ്അത്തു ഹാദിഹി, ഇത് പുതിയൊരു ബിദ്അത്താകുന്നു, ഇത് നല്ലൊരു ബിദ്അത്താകുന്നു എന്നെന്ത് ചെയ്തിട്ടുണ്ട്? ഉമർ റളിയല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ളതാണ്. ഇതാണ് ഈ ന്യായം പറഞ്ഞിട്ടാണ് എന്ത് നല്ല ബിദ്അത്ത് പറഞ്ഞത്. ബിദ്അത്ത് രണ്ട് തരണ്ട്, മോശം ബിദ്അത്തും ഉണ്ട്, നല്ല ബിദ്അത്തും ഉണ്ട്. അപ്പൊ ഇത് നല്ല ബിദ്അത്ത്പ്പെട്ടത് ഇല്ല, നബിന്റെ കാലത്തില്ല, ആയിക്കോട്ടെ. പക്ഷെ ഇത് ഉമർ റളിയല്ലാഹു ചെയ്ത പോലെ തറാവീഹ് ജമാഅത്തായി ആരംഭിച്ച പോലെ ഞങ്ങൾ നല്ല ബിദ്അത്തായിട്ട് ഞങ്ങളെ വക തുടങ്ങുകയാണ്. ഈ ന്യായമാണ് എന്ത് ചെയ്യണത് പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെയും നമ്മൾ മനസ്സിലാക്കണം, തറാവീഹ് നമസ്കാരത്തിന്റെ കാര്യത്തിൽ ഇതൊരു നല്ല ബിദ്അത്താണ് എന്ന് പറഞ്ഞത് ഭാഷാപരമായ അർത്ഥത്തിൽ മാത്രമാണ്. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. കാരണം എന്താ വെച്ചാൽ, തറാവീഹ് നമസ്കാരം ഒരിക്കലും എന്തല്ല, ഒരു ബിദ്അത്തല്ല. അത് ജമാഅത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നിട്ടുണ്ട്. മനസ്സിലാക്കണം. ജമാഅത്തായിട്ട് തറാവീഹ് നിസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? നിസ്കരിച്ച് സുന്നത്തായി നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നീട് അത് നിന്നുപോയിട്ടുണ്ട്. അതിനെ ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? തന്റെ ഭരണകാലത്ത് ആ ഒരു പ്രവാചകൻ തുടങ്ങി വെച്ച ആ ജമാഅത്തായിട്ടുള്ള തറാവീഹ് നമസ്കാരത്തെ പുനരാരംഭിക്കുകയാണ് ചെയ്തത്. ഇതങ്ങനെ എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യണം? ഇവർ ഈ പറയുന്ന തെളിവനുസരിച്ചാണെങ്കിൽ ആദ്യകാലത്ത് കുറച്ചു കാലം നബി എന്ത് ചെയ്യണം? നബിദിനം നടത്തണം. എന്നിട്ട് നിർത്തി വെച്ചിട്ട് അങ്ങനെയാണെങ്കിൽ ഇത് തെളിവാക്കിയിട്ട് എന്ത് ചെയ്യുക? ഞങ്ങൾ അന്നാ നിർത്തി വെച്ച് ഞങ്ങൾ തുടങ്ങുകയാണെന്ന് പറയാം. അങ്ങനെയല്ലല്ലോ ഇത്. അപ്പൊ ഇതൊക്കെ ജനങ്ങളെ, സാധാരണ മനുഷ്യന്മാരെ പൊട്ടീസാക്കിക്കൊണ്ട് തങ്ങളുടെ യുക്തിയും ലോജിക്കും വെച്ചുകൊണ്ട് ഇസ്ലാമിക പ്രമാണങ്ങൾ അതിലേക്ക് വളച്ചൊടിച്ചുകൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന ചില കാര്യങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ ഇവിടെ വേറൊന്ന് നമ്മൾ ഇതിനോടൊപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദീനില് പുതുതായിട്ട് എന്തുണ്ടാക്കിയാലും റസൂലുള്ള കാണിച്ചു തരാത്തൊരു മാതൃക ഉണ്ടാക്കിയാൽ അതിന് കൂലിയല്ല കിട്ടുക. ശരിക്കും മനസ്സിലാക്കണം. അതിനോട് ഇസ്ലാമിന്റെ നിലപാടെന്താ? കുല്ലു ബിദ്അത്തിൻ ളലാല വ കുല്ലു ളലാലത്തിൻ ഫിന്നാർ. എല്ലാ ബിദ്അത്തും ളലാലത്താണ്, വഴികേടാണ്. വഴികേട് മുഴുവനും ചെന്നെത്തുന്നത് നരകത്തിലാകുന്നു. മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നാം പഠിപ്പിക്കാത്ത ഒരു കാര്യം നമ്മുടെ ഈ കാര്യത്തിൽ ആരെങ്കിലും പുതുതായി ചേർത്തപ്പെട്ടാൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാകുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. അത് വേറൊരു ഭാഷയിൽ വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മാത്രമല്ല, എന്റെ ഗൗരവം നോക്കി നിങ്ങൾ. നാളെ മഹ്ശറയിൽ എല്ലാവരും വരും. ആ മഹ്ശറയിൽ വരുന്ന സമയത്ത് ഹൗലുൽ കൗസറിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ കൊണ്ട് വെള്ളം കോരി വിശ്വാസികൾക്ക് കൊടുക്കുന്ന ഒരു സംഗതിയുണ്ട്. ആ വെള്ളം കിട്ടുക എന്ന് പറഞ്ഞൊരു ചെറിയ കാര്യമല്ല. അത് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ ഘട്ടത്തിൽ വെള്ളം കുടിക്കാൻ എത്തുന്ന ചിലരെന്ത് ചെയ്യുന്നറിയോ? മലക്കുകളുടെ തടയും. ചില ആൾക്കാരുടെ തടി നിങ്ങൾക്ക് കുടിക്കാൻ പറ്റില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുറിച്ച് ചോദിച്ചു, എന്താ നിങ്ങൾ അവരെ തടയണെന്ന് ചോദിച്ചു. മലക്കുകളോട് എന്ത് നിങ്ങൾ ഇവരെ തടയാൻ കാരണം എന്ന് ചോദിച്ചു. അപ്പൊ മലക്കുകൾ കൊടുത്ത മറുപടി എന്താ അറിയോ? ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക. താങ്കൾക്ക് ശേഷം താങ്കളുടെ മതത്തിൽ, താങ്കൾ പഠിപ്പിച്ച ഈ മതത്തിൽ പുതിയ കുറെ കാര്യങ്ങൾ ഉൾച്ചേർത്തവരാകുന്നു ഇവർ, കടത്തിക്കൂട്ടിയവരാകുന്നു ഇവർ, ബിദ്അത്ത് കൊണ്ടുവന്നവരാകുന്നു ഇവർ. ഫഅഖൂലു, അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനോട് പ്രതികരിച്ചു. ഇവരോട് പറഞ്ഞതെന്താ? അവിടെ മദ്യം പറയല്ല ചെയ്ത്, എന്നാലും എന്റെ പേരിലൊക്കെ ഞാൻ ഇല്ലാത്തതാണെങ്കിലും നല്ല കാര്യം വിചാരിച്ച് ചെയ്തതല്ലേ, തൽക്കാലം കൊടുക്കുക എന്നുള്ള മസ്ലഹത്ത് പറയല്ല റസൂലുള്ളാഹി ചെയ്ത്. എന്താ ചെയ്തത്? സുഹ്കൻ സുഹ്കൻ ലിമൻ ഗയ്യറ ബഅദി. റസൂലുള്ളാഹി പറയാണ്, സുഹ്കൻ സുഹ്കൻ, ദൂരെ പോ, ദൂരെ പോ, അവിടുന്ന് ആട്ടിവിടുകയാണ് റസൂലുള്ളാഹി. സുഹ്കൻ സുഹ്കൻ ലിമൻ ഗയ്യറ ബഅദി. ദീനിൽ മാറ്റം വരുത്തിയവരെ നിങ്ങൾ മാറിപ്പോകൂ, നിങ്ങൾ മാറിപ്പോകൂ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി അവിടുന്ന് ഒഴിവാക്കുമെന്നാണ്. എന്തിനാ അതൊക്കെ ചെയ്യണത്? എന്തിനാ ഈ ചീരിനി കൊടുക്കുന്നത്? എന്തിനാ ഈ റാലി നടത്തുന്നത്?
എന്തിനാ ഈ പായസം കൊടുക്കുന്നത്? എന്തിനാ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? പുണ്യം പുണ്യം എന്ന് പറഞ്ഞ്, റസൂലുള്ളാഹിയോടുള്ള സ്നേഹം സ്നേഹം എന്ന് പറഞ്ഞ്, നാളെ പരലോകത്ത് സ്വർഗം സ്വർഗം എന്ന് പറഞ്ഞുകൊണ്ടാണെങ്കിൽ, അങ്ങനെയുള്ള അങ്ങനെ മനസ്സിൽ കരുതിക്കൊണ്ടുള്ള വിശ്വാസികളാണെങ്കിൽ ഞാൻ അവരോട് പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, എനിക്ക് ശേഷം എന്റെ ദീനിൽ പുതുതായി കൂട്ടിച്ചേർത്തവരെ നിങ്ങൾ പോകൂ സുഹ്കൻ സുഹ്കൻ എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ റസൂലുള്ളാഹിയുടെ വാക്കിനാണോ നമ്മൾ വില കൽപ്പിക്കുന്നത്? അതാണോ പ്രവാചക സ്നേഹം? അതല്ല പ്രവാചകന്റെ മേലിൽ പിന്നീട് 500 വർഷങ്ങൾക്ക് ശേഷം ആരെങ്കിലും കെട്ടിയുണ്ടാക്കിയത് പിന്നീട് വർണ്ണാഭമായി ആഘോഷിക്കുമ്പോൾ അതിന് ചുട്ടുപിടിക്കലാണോ പ്രവാചക സ്നേഹം എന്നതിനെ കുറിച്ച് നാം ഗൗരവപൂർവ്വം ആലോചിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ചില ആൾക്കാർ ഇതൊക്കെ പറഞ്ഞു കേട്ടാൽ, എന്താ മൂലം നിങ്ങൾ തുറച്ചിടണത്, എന്താ ഞങ്ങളിപ്പോ ചെയ്യണത്? ഒരു നബിദിനത്തിന്റെ അന്ന് ഇപ്പോൾ ഒരു ഭക്ഷണം കൊടുത്തു എന്നുള്ളത് വലിയ കുഴപ്പാ, ഇത്ര വലിയ കുറ്റ, അല്ലെങ്കിൽ ഒരു പായസം ഉണ്ടാക്കിയിട്ട് വലിയ കുറ്റ, അല്ലെങ്കിൽ അന്ന് കുറച്ചേറെ സലാത്തിയല്ലേ എന്ന് പറഞ്ഞത്ര പ്രശ്ന, ഇതൊക്കെ ഇപ്പൊ തെറ്റാ, എന്തിനാ ഇപ്പൊ നിങ്ങൾ എത്ര പ്രശ്നമാക്കി പറയുന്നത് എന്ന ആളുകൾ ചോദിക്കാറുണ്ട്. അത് നല്ലതല്ലേ? എന്തൊക്കെ നിങ്ങൾ ഈ പറഞ്ഞൊക്കെ പോട്ടെ, തെളിവൊന്നും വേണ്ട, ഒന്നുമില്ല, പക്ഷെ ഈ ചെയ്യണമൊക്കെ നല്ല കാര്യമല്ലേ, അതിനിപ്പോൾ ഇത്ര നിങ്ങൾ മുടക്കം നിൽക്കേണ്ട കാര്യം, ഇത്ര വാശി പിടിക്കേണ്ട കാര്യമുണ്ടോ? ഇതാണ് ആൾക്കാർ ചോദിക്കുക. ഈ ചോദ്യം, ഇതൊരു നീതി ന്യായം നമ്മൾ അനുവദിച്ചു കൊടുത്താൽ, നിങ്ങൾ ദീനിനെ ശരിക്കും മൊത്തത്തിൽ മനസ്സിലാക്കണം. ഇത് നമ്മൾ അനുവദിച്ചു കൊടുത്താൽ എന്താ സംഭവിക്കുക? തിരിച്ച് ഞാൻ കുറച്ച് ചോദ്യം ചോദിക്കാം, അതിനുള്ള മറുപടി കൂടി പറഞ്ഞാൽ. എന്താ തിരിച്ചുള്ള ചോദ്യം തരും? ഒരാൾ പറയണ വന്നിട്ട്, ഞാൻ കുറേ കാലമായി നിസ്കാരമൊന്നും വലിയ ശ്രദ്ധ ഉണ്ടായിരുന്നില്ല, ഇപ്പം എനിക്ക് നിസ്കാരത്തിൻ്റെ ഗൗരവമൊക്കെ മനസ്സിലായിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് മുതൽ നിങ്ങളൊക്കെ 5 വക്ത് നിസ്കരിക്കുമ്പോൾ ഞാനൊരു 6 വക്ത് നിസ്കരിക്കുകയാണ്. അതിനൊരു പുതിയ പേരിടുകയാണ്. ഇപ്പം നമ്മൾ മഗ്രിബ് ഇശാ സുബഹി എന്നൊക്കെ പറയില്ലേ, അതേമാതിരി ഓനൊരു പേരിട്ടു. എന്നിട്ട് അതൊരു 3 റക്അത്ത്, എന്നിട്ട് ഓൻ അതിന് പ്രത്യേക ബാങ്കും പരിപാടിയൊക്കെ ഉണ്ട്. എന്നിട്ട് ആൾക്കാർ പറയാം, ഇത് അള്ളാഹു റസൂൽ പഠിപ്പിച്ചിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ ഞാൻ എന്താ അറിയോ, നിങ്ങളൊന്നും ഉണ്ടാക്കി, ഞാൻ കുറേ കാലം നിസ്കരിക്കാത്ത ഒരാളാണ്, അതുകൊണ്ട് നിസ്കാരത്തിൽ എന്താ സുജൂദിനും റുക്കുവിലൊക്കെ നല്ല കാര്യങ്ങളല്ലേ പറയുന്നത്? തക്ബീർ ഇട്ടുന്നത് മോശം, റുക്കു ചെയ്യുന്നത് മോശം, ഒന്നുണ്ടാക്കുന്നത് തെറ്റാ? ഈ ചോദ്യം ചോദിച്ചാൽ എന്താ പറയാം? എന്താ അതിന് മറുപടി? അപ്പൊ നമ്മൾ പറയാം നബി പഠിപ്പിച്ചിട്ടില്ല അല്ലേ? അല്ല മറുപടി, അതന്നെ ഇപ്പൊ ഇതിനുള്ള മറുപടി, വേറൊന്നുമില്ലേ? അല്ല ആർക്കും ഇപ്പൊ ദിക്റെല്ലാം പിന്നെ ഇതിനും പിന്നെ പ്രശ്നം ഉണ്ടായിട്ടല്ല, നബിയെ പഠിപ്പിച്ചിട്ടില്ല, നബിന്റെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായിട്ട്. മനസ്സിലാവുന്നുണ്ടോ? എത്ര ചോദ്യം ഇതേപോലെ ചോദിക്കാൻ പറ്റും? ഇപ്പൊ സുബൈക്ക് ഒരാൾ വന്നിട്ട് പറയണത്, ഇപ്പൊ എനിക്ക് നല്ല ആവേശമുണ്ട്, കുളിച്ച് ഫ്രഷായി വന്നപ്പോൾ ആകെ 2 റക്അത്തുള്ളൂ, ആ ഉച്ചക്കാണെങ്കിൽ 4, ഞാൻ ഇപ്പം 4 നിസ്കരിക്കണം, ഉച്ചക്കത്ത് എന്ത് ചെയ്യുക, ഇപ്പൊ 2 നിസ്കരിക്കണം, നിസ്കരിച്ചാ എന്താ ചെയ്യുക? ഒരാളെ വാപ്പ മരിച്ചിട്ട് മയ്യത്ത് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഇവന് ഭയങ്കര ഈമാൻ കയറില്ല. ഇവനെന്ന് പറയുന്നത്, എനിക്ക് ഈ സുജൂദ് കടന്ന് പ്രാർത്ഥിച്ചാലേ ശരിക്കും ഉത്തരം കിട്ടുള്ളൂ. അപ്പൊ ഞാൻ മയ്യത്ത് നിസ്കാരത്തിൽ ഒരു സുജൂദും കൂടി ഉണ്ടാവും എന്നാണ് അനൗൺസ് ചെയ്ത്, അങ്ങനെ ഉണ്ടാവും. അപ്പൊ നമ്മളൊക്കെ ഇവിടെ പാടില്ല, ചെയ്യാൻ പാടില്ല. അപ്പൊ ഇവന് ഞാൻ എന്താ എണീറ്റ് മൈക്കെടുത്ത് പറയണത്, അതല്ല അതിന്റെ മാപ്പാനായിട്ട് എനിക്ക് അത്ര ഇഷ്ടമുണ്ട്, അവിടെ സുജൂദ് ഇത്ര തെറ്റാ, സുജൂദിൽ പ്രാർത്ഥിക്കണത് തെറ്റാ, എന്താ അതിന് കുഴപ്പം? ഇങ്ങനെ ചോദിച്ചുകൊണ്ട് പോയാൽ ദീനിന്റെ അലകും പിടിയും തട്ടും തറയും തരിപ്പണമാകാൻ വേറെ എവിടേക്കും പോകണം. എന്താ ഈ പറയുന്നത്? ദീന് എന്ന് പറഞ്ഞാൽ അള്ളാഹും റസൂലും പഠിപ്പിച്ചത് ചെയ്യുന്നതിനാണ് സുഹൃത്തുക്കളെ ദീന് എന്ന് പറയാ. അല്ലാതെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു കൊല്ലം അങ്ങനെ, ഒരു കൊല്ലം അങ്ങനെ, ഒരു രീതി അങ്ങനെ, ഈ രൂപത്തേക്ക് പോയി കഴിഞ്ഞാൽ നല്ല പ്രശ്നമാണ്. ഇവര് ഓതുന്ന നവാത്തി കുത്തുബ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ വെള്ളിയാഴ്ച, അതിൽ പോലും നബിദിനത്തിന്റെ ആ ഒരു മാസത്തിൽ നബിദിനത്തിന്റെ പോലീസ് പറയുന്ന ഒരു കുത്തുബ പോലും ഇല്ല. എന്തല്ല ആ കാലത്തും ഇല്ലത്, അത്രക്ക് പുത്തൻവാദമാണത്. പക്ഷെ അത് നമ്മളെ കാലഘട്ടത്തിൽ ഇങ്ങനെ വലിയ സംഭവമാക്കി കൊണ്ടുനടക്കുമ്പോൾ ആളുകൾക്ക് തോന്നുകയാണ് അതൊക്കെ എന്തോ ഇസ്ലാമിലുള്ളത്. പിന്നെ അതിനെ എതിർക്കണവർക്കാണ് വലിയ കുഴപ്പം, അവർ കുറ്റക്കാരാകുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ പൊതുവെ കാണുന്നത്. ഇപ്പൊ നിങ്ങൾ ഒരു ചരിത്രം നോക്കി, നിങ്ങൾ കൂഫയിലെ ഒരു സംഘം ആൾക്കാര് കല്ലിങ്ങനെ ഉപയോഗിച്ചിട്ട് അള്ളാഹു അക്ബർ സുബ്ഹാനല്ലാഹ്, അതായത് അള്ളാഹു അക്ബർ എന്ന് ചൊല്ലും, ഒരു കല്ലണ്ട വെക്കും, പിന്നെയും ചൊല്ലും, വേറൊരു കല്ല് വെക്കും, അങ്ങനെ 100 കല്ല് അയാളവിടെ നിർത്തും എണ്ണം കിട്ടാൻ വേണ്ടി. അപ്പൊ ഇതിങ്ങനെ വട്ടം കൂടിയിട്ടിരുന്നിട്ടാണ് ചെയ്യുന്നത്. ഒരു സംഘം ചേർന്നുകൊണ്ട് ആൾക്കാർ ഇത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് കണ്ടു പിന്നെ അബൂ മൂസൽ അശ്ശരി ഈ ഒരു സംഗതി കണ്ടു. അപ്പൊ അദ്ദേഹത്തിന് നല്ല കാര്യങ്ങളെന്നൊക്കെ തോന്നി, പക്ഷെ മനസ്സിൻ്റെ ഉള്ളൊരു വേദന എന്ത്, പക്ഷെ നബി ഇങ്ങനെ പഠിപ്പിച്ചിട്ടില്ലല്ലോ, ഇങ്ങനെ കല്ലൊക്കെ വെച്ചുങ്ങാണ്ട് വട്ടം കൂടി ഇരുന്നുകാണ്ട് ദിക്റിയെല്ലാം പഠിപ്പിച്ചിട്ടില്ലല്ലോ. അദ്ദേഹത്തിനൊരു സംശയം. അങ്ങനെ അദ്ദേഹം എന്ത് ചോദിച്ചത്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനോട് ഈ കാര്യം അറിയിച്ചു, ഇങ്ങനെ സംഭവം ഉണ്ട്, അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. അപ്പൊ അവര് നന്മയല്ലാതെ ഉദ്ദേശിച്ചിട്ടില്ല എന്നും പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഇബ്നു മസ്ഊദിനോട് മറുപടി എന്താ അറിയോ, വകം മിൻ മുരീദിൻ ലിൽ ഖൈരി ലൻ യുസീബഹു,
എത്രയോ ആളുകൾ നന്മ ഉദ്ദേശിക്കുന്നു, എന്നാൽ അവരതിലേക്ക് ഒരിക്കലും എത്തിച്ചേരുന്നില്ല. ഉദ്ദേശിക്കുന്ന നന്മയാണെങ്കിൽ അവരെന്ത് ചെയ്യണില്ല, അതിലേക്ക് എത്തുന്നില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഇന്നക്കും ലഅലാ മില്ലത്തിൻ ഹിയ അഹ്ദാ മിൻ മില്ലത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട് കാര്യമാണ് അവർ ചെയ്യുന്നത്. ഒന്നുകിൽ അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാർഗത്തെക്കാൾ നേർവഴിയുള്ള ഒരു മാർഗത്തിലാണ്. നബിനെക്കാളും വലിയ നേർവഴി ഏതാ? അങ്ങനെ ഉണ്ടോ ഒരു വഴി? ഒന്നുകിൽ അതാണ്, അല്ലെങ്കിലോ ഔ മുഫ്തതിഹു ബാബി ളലാല, അല്ലെങ്കിൽ വഴികേടിന്റെ ഒരു കവാടം അവർ ഇതോടുകൂടി തുറന്നു കൊടുക്കുകയാണ്. മനസ്സിലായിട്ടുണ്ടോ? അത് നമ്മള് പുതിയ പുതിയ രീതി ഇസ്ലാമില് ഇബാദത്തുകളായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, വരാൻ പാടില്ല. ഇത് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അപ്പൊ നമ്മള് യുക്തിയല്ല ദീന്, അള്ളാഹുവിന്റെ യുക്തിക്ക് കീഴ്പ്പെടലാണ് ദീന്. മനസ്സിലായോ? അള്ളാന്റെ യുക്തിയാണ് ഏറ്റവും വലിയ യുക്തി. ആ പഠിപ്പിച്ചതാണ് ദീന്, അതിന് കീഴ്പ്പെടാണ് വേണ്ടത്. വമാ ആതാക്കുമുർ റസൂലു ഫഖുദൂ, അള്ളാഹുവിന്റെ റസൂൽ എന്താണോ കൊണ്ടുവന്നത് അത് നിങ്ങൾ സ്വീകരിക്കും. വമാ നഹാകും അൻഹു ഫൻതഹു, അള്ളാഹിന്റെ റസൂല് വിരോധിച്ചത് നിങ്ങൾ വെടിയുകയും ചെയ്യുക. വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കും. ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അള്ളാഹുവിന്റെ ശിക്ഷ അതികഠിനമായിരിക്കുമെന്ന്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നാട്ടിൽ എന്ത് കാണുന്നു അതിൻ്റെ ഒപ്പം പോവുക എന്നുള്ളതല്ല, മറിച്ച് ഇസ്ലാമിക പ്രമാണങ്ങളിൽ എന്താണോ ഉള്ളത് അതനുസരിച്ചുകൊണ്ട് നമ്മൾ ദീനിയായ ഇബാദത്തുകൾ നിർവഹിച്ച് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അങ്ങനെയുള്ള യഥാർത്ഥ മുത്തക്കികളിൽ മുഅ്മിനുകളിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസികൾ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ഇസ്ലാമികമല്ല എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ ചോദിക്കാറുള്ളൊരു ചോദ്യമുണ്ട്. അതെന്താ വെച്ചാൽ, ഒരു നബിദിനത്തിൻ്റെ പായസം കുടിക്കുമ്പോഴേക്ക് ദീന് പൊളിഞ്ഞു പോകുമോ? അപ്പോഴേക്ക് പൊളിഞ്ഞു പോണതാണോ നിങ്ങളെ ദീന് അല്ലെങ്കിൽ നബി സ്നേഹം? നബിയെ സ്നേഹിക്കുന്നതിന് എന്തിനാണ് നിങ്ങൾ വിമർശിക്കുന്നത്? ഇങ്ങനെയാണ് ആൾക്കാരത് മനസ്സിലാക്കുക. യഥാർത്ഥത്തിൽ അത് ചിന്തിക്കുന്ന ആളുകൾ അങ്ങനെ മനസ്സിലാക്കൂല, പക്ഷെ അത് തെറ്റിദ്ധരിപ്പിക്കുന്ന ആൾക്കാർ സാധാരണക്കാരനെ കൊണ്ട് ഈ ചോദ്യമാണ് എന്ത് ചെയ്യുക. കണ്ടോ, ഇവർക്ക് നബിനോട് സ്നേഹമല്ല, ഇപ്പൊ കണ്ടില്ല, ഒരു നബിദിനം കൂടി ഇല്ല, ഒരു പായസം കൊടുക്കണ നിങ്ങളാ മുടക്കണത് എന്ന രീതിയിലാണ് അതിനെ ആഖ്യാനിക്കാറുള്ളത്. അങ്ങനെ പറയുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, നബിയെ സ്നേഹിക്കാത്ത ആളുകൾ മുസ്ലിമുകളല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. ഇത് നബിദിനാഘോഷത്തെ വിമർശിക്കുന്ന പാടില്ല എന്ന് പറയുന്ന ആളുകളുടെ വിശ്വാസം ഞാൻ പറയുന്നത്. എന്താ വിശ്വാസം എന്നറിയോ? നബിയെ സ്നേഹിക്കാത്തവൻ മുസ്ലിം അല്ല, അതാണ് നമ്മളെ വിശ്വാസം. റസൂലുള്ളാഹി പറഞ്ഞ എന്താ? ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും വിശ്വാസിയാകുന്നില്ല. ഏതുവരെ? ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ, നിങ്ങളുടെ പിതാക്കളെക്കാളും നിങ്ങളുടെ കുട്ടികളെക്കാളും ഈ ഭൂലോകത്തുള്ള മുഴുവൻ മനുഷ്യരെക്കാളും നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ ഒരാളും വിശ്വാസിയാകുന്നില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ കറക്റ്റ് അല്ലേ? നമ്മളെക്കാളും നമ്മളെ മക്കളെക്കാളും ഈ ലോകത്തുള്ള മുഴുവൻ സംഗതികളെക്കാളും നമ്മൾ ആരെ സ്നേഹിക്കണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം. ആ സ്നേഹം എങ്ങനെ? ഇതാണ് ചോദ്യം. ആ സ്നേഹം ഒരു വർഷത്തിൽ നബിദിനം നടത്തി റാലി നടത്തി മുട്ടായി കൊടുത്തിട്ടാണോ? അതോ അതിന്റെ രീതി എന്താണ്? അത് ഇസ്ലാമിക പ്രമാണങ്ങൾ അനുസരിച്ച് നബി സ്നേഹം നമ്മൾ കാണിക്കേണ്ടത് ഇത്തിബായിലൂടെയാണ്. എന്താ ഇത്തിബാ എന്ന് പറഞ്ഞ? അനുസരണം, പിന്തുടരൽ. എങ്ങനെയാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചത് അതേപോലെ നമ്മൾ ജീവിക്കുക. റസൂലുള്ളാഹിയുടെ നേരം വെളുക്കുമ്പോൾ റസൂലുള്ള എണീറ്റത് എങ്ങനെയായിരുന്നുവോ അതുപോലെ നമ്മൾ എണീക്കുക. അങ്ങനെ വൈകുന്നേരം വരെ റസൂലുള്ളാഹി എന്തെല്ലാം കാര്യങ്ങളിലൂടെ കടന്നുപോയി, ഓരോ ഘട്ടത്തിലും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, ആ മര്യാദകൾ നമ്മൾ പാലിക്കുക. അങ്ങനെ നമ്മളെ ഉണർച്ച മുതൽ ഉറക്കം വരെയും തൊട്ടിൽ മുതൽ കട്ടിൽ വരെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ അട്ടപ്പട്ടലും സ്വീകരിക്കുന്നതിന്റെ പേരാണ് നബി സ്നേഹം എന്ന് പറയുന്നത്. അതാണ് പ്രവാചക സ്നേഹം എന്ന് പറയുന്നത്. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അത് കുറച്ച് ശ്രമകരമായ കാര്യമാണ്. വർഷത്തിലൊരിക്കൽ റബീഉൽ അവ്വലിന് റോട്ടിലിറങ്ങി ഒരു വടിയും കൊടി എടുത്തുങ്ങാണ്ട് 4 മുദ്രാവാക്യം വിളിക്കാൻ തക്ബീർ ഇല്ല എന്നുള്ളത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇത് കുറച്ച് പ്രയാസമുള്ള. ഈ പ്രയാസമുള്ള നബി സ്നേഹം ഉണ്ടല്ലോ, അതിന് ആളുകൾ പലപ്പോഴും എന്തല്ല, തയ്യാറല്ല എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ പറയുന്നത് നബി ദിനമല്ല വേണ്ടത്, 365 ദിവസം എന്ത് ചെയ്യണം? നബി സ്നേഹം വേണം. നമ്മൾ 365 ദിവസം എന്ത് ചെയ്യണം? ഒരു ദിവസത്തേക്കല്ല ചുരുക്കേണ്ടത്.
മറിച്ച് 365 ദിവസം, അതിന് രാവും പകലും അതിന്റെ സെക്കൻഡുകൾ കീറി മുറിച്ച് ആ പ്രവാചകൻ മുത്തുനബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നെഞ്ചിലേറ്റാൻ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വിശ്വാസികൾക്ക് കഴിയേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ഇത്തിബാഅ് ചെയ്യാൻ പലർക്കും താല്പര്യമില്ല. ആഘോഷിച്ച് അതങ്ങ് കുപ്പത്തൊട്ടിയിലേക്ക് ആ ഗ്ലാസ് വലിച്ചെറിയണ മാതിരി തന്നെയാണ് വലിച്ചെറിയാനാണ് ആൾക്കാർക്ക് ഇഷ്ടം. ഞാൻ അങ്ങനെ തന്നെ പറയും. ഇല്ലെങ്കിൽ ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം പറയണം. നബി സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ, ഞാൻ ചോദിക്കട്ടെ, നബിനെ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കണമെങ്കിൽ ആ നബിയാണ് നമ്മളോട് പറഞ്ഞ 5 വക്ത് പള്ളിയിൽ പോയിട്ട് ജമാഅത്തായി നിസ്കരിക്കണം. മുസ്ലിം പള്ളികളിൽ എത്ര ആൾ ജമാഅത്തായി നിസ്കരിക്കാൻ വരുന്നുണ്ട്? ഇന്നത്തെ സുബൈക്ക് എത്ര സഫ് ഉണ്ടായിരുന്നു പള്ളികളിൽ? ആത്മാർത്ഥമായ നബി സ്നേഹം അവിടെയാണ് തെളിയേണ്ടത്. സുബൈ നമസ്കാരം കൃത്യമായി എത്ര ആൾ നിർവഹിക്കുന്നുണ്ട്? നിസാബ് നോക്കി കൃത്യമായി സക്കാത്ത് കൊടുക്കണമെന്ന് നമ്മുടെ മുത്തുനബിയുടെ കൽപ്പനയാണ്. പക്ഷെ സക്കാത്തിന്റെ അടുക്കുമ്പോൾ ഞാൻ അവിടെ കൊടുത്തു, ഇവിടെ കൊടുത്തു, മറ്റിടത്ത് കൊടുത്തു അല്ലേ എന്ന് പറഞ്ഞ് ഒഴിവാകുന്ന എത്ര ആൾക്കാരുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ? എന്താ നബി സ്നേഹം സക്കാത്ത് കൊടുക്കുന്നിടത്ത് കാണാത്തത്? കഴിവുണ്ടായിട്ടും ഹജ്ജ് എന്തിനാ നീട്ടിക്കൊണ്ടുപോണത്? ആ മുത്തുനബി പറഞ്ഞതാണ് എന്ത്? കഴിവുണ്ടെങ്കിൽ, ആരോഗ്യവും സമ്പത്തുണ്ടെങ്കിൽ വേഗം പോയിട്ട് ഹജ്ജ് ചെയ്യണം. എന്താ ഹജ്ജ് നീട്ടിക്കൊണ്ടുപോകുന്നത്? സ്വകാര്യ ജീവിതത്തിൽ സൈബർ ഇടത്തിലും അല്ലാത്തപ്പോഴുമൊക്കെ ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? അള്ളാന്റെ റസൂല് പഠിപ്പിച്ചതാണെന്ത്? നിങ്ങൾ ഒരിക്കലും ഹറാമുകൾ ചെയ്യാൻ പാടില്ല. ഇത്തഖുല്ലാഹ ഹൈസുമാ കുൻത്, നിങ്ങൾ എവിടെയാണെങ്കിലും അള്ളാനെ സൂക്ഷിക്കണമെന്ന് മുത്തുനബി പഠിപ്പിച്ചതാണ്. ആ മുത്തുനബിയോട് സ്നേഹമുണ്ടെങ്കിൽ ആരും കാണാതെ പുതപ്പിനുള്ളിൽ വെച്ചുകൊണ്ട് ആ സൈബർ ഇടത്തിൽ ആ മൊബൈൽ തുറന്നുകൊണ്ട് വൃത്തികേടുകൾ കാണുമ്പോ എന്താ അതിന് ഒഴിവാക്കണമെന്ന് തോന്നാത്തത്? എന്താണ് ആ നബി സ്നേഹം അവിടെ വർക്ക് ചെയ്യാത്തത്? പ്രവാചകൻ നിഷിദ്ധമാക്കിയ ജെൻഡർ ന്യൂട്രൽ വേഷത്തിലേക്ക് ഇന്ന് നമ്മുടെ പെൺകുട്ടികൾ മാറിപ്പോകുമ്പോ അത് പ്രവാചക സ്നേഹമുണ്ടെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതല്ലേ, ആൺവേഷം കെട്ടുന്ന പെണ്ണും പെൺവേഷം കെട്ടുന്ന ആണും അതിനെ ശപിച്ചിരിക്കുന്നുവെന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ആ റസൂലിനോട് സ്നേഹമുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ മക്കൾ ഈ അനിസ്ലാമികമായ വസ്ത്രധാരണത്തിലേക്ക് പോകുന്നത്? എന്തേ നബി സ്നേഹം അവിടെ കാണാത്തത്? അവിശുദ്ധ ബന്ധങ്ങളിൽ അഭിരമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയല്ലേ നമ്മുടെ മുമ്പിലുള്ളത്? വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും അന്യ പുരുഷന്മാരുമായി അന്യ സ്ത്രീകളുമായി ചാറ്റ് ചെയ്യുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. അള്ളാന്റെ റസൂല് പറഞ്ഞതാണ് ആ ജാതി കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന്. ആ പ്രവാചക സ്നേഹമുള്ള അയാൾക്ക് എങ്ങനെയാണ് അന്യ പുരുഷന്മാരോട് അന്യ സ്ത്രീകളോട് ഈ രീതിയിൽ ചാറ്റ് ചെയ്യാൻ സാധിക്കുക? എങ്ങനെയാണ് പലിശ വാങ്ങാൻ കഴിയുക? എങ്ങനെയാണ് ഭർത്താവിനോട് ധിക്കാരം കാണിക്കാൻ കഴിയുക? എങ്ങനെയാണ് ഭാര്യയെ തല്ലാൻ കഴിയുക? എങ്ങനെയാണ് മാതാപിതാക്കളെ വഴിയാധാരമാക്കാൻ കഴിയുക? ഇങ്ങനെ ചോദിച്ചു പോയാൽ പ്രവാചക സ്നേഹത്തിന്റെ ആ മൂടുപണം വലിച്ചു കയറാൻ കഴിയും. അതല്ലാതെ വർഷത്തിലൊരിക്കൽ റോട്ടിലിറങ്ങിയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്ത പ്രവാചക സ്നേഹമായി, ബാക്കിയുള്ളവരൊന്നും ചെയ്യാത്തവനൊക്കെ ഭയങ്കര പ്രവാചക വിരോധി. ഞാൻ പറയുന്നത് പ്രവാചക സ്നേഹം എന്ന് പറയുന്നത് കൽബിൽ ഉണ്ടാകണം സുഹൃത്തുക്കളെ. ആ പ്രവാചകൻ പഠിപ്പിച്ചത് നമ്മൾ ചെയ്യാം. പ്രവാചകൻ വിരോധിച്ചെന്ന് ഒഴിവാക്കുക. പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചെയ്യുക. പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്യാം. അല്ലാതെ ഏതെങ്കിലും ഈ മഹാന്മാരെയൊക്കെ ഒരു പ്രത്യേക ദിവസം വെച്ച് ഓർക്കാനുള്ള കാരണം എന്താ അറിയോ? അങ്ങനെ ഓർത്തിട്ടില്ലെങ്കിൽ അവർ സമൂഹത്തിൽ ഓർമ്മയുണ്ടാവില്ല. അങ്ങനെയാണോ പ്രവാചകൻ? അല്ലേ? കോടാനുകോടി മനുഷ്യന്മാരുടെ കണ്ഠങ്ങളിൽ നിന്ന് 5 നേരം അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് വിളിച്ചു പറയുന്ന പ്രവാചകനാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രവാചകന്റെ ജീവിതം നെഞ്ചിലേറ്റിയ ഒരു സമൂഹം എവിടെ ഉണ്ട്? ആ പ്രവാചകനെ എല്ലാ സമയവും നമ്മൾ ഓർക്കുകയാണ് വേണ്ടത്, ജീവിതത്തിൽ പകർത്തുകയാണ് വേണ്ടത്. അല്ലാതെ വേറുള്ള ആൾക്കാർ മരിച്ചു പോണവരോടുകൂടി അത് മറക്കുകയാണ് മനുഷ്യന്മാർ. പിന്നെ ഓരോ ഓർക്കാൻ വേണ്ടി ഒരു ദിവസം വെക്കുകയാണ്. അപ്പൊ പ്രവാചകൻ ആ ഒരു ദിവസത്തേക്ക് നമ്മൾ ചുരുക്കി കെട്ടല്ലേ ചെയ്യുന്നത്? അതല്ലേ പ്രവാചകനെ തികച്ചും സാധാരണക്കാരനാക്കി മാറ്റുന്നത്? ശരിക്കും ആലോചിക്കണം നമ്മൾ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ യുക്തിയും ബുദ്ധിയും വെച്ചുകൊണ്ടല്ല നമ്മൾ ദീനിനെ അളക്കേണ്ടത്. മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീന് അതേപോലെ ഉൾക്കൊള്ളുക, അതേപോലെ ഇഷ്ടപ്പെടുക, ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കുക, ഇബാദത്തുകളെ ശ്രദ്ധിക്കുക, ദീനിയായി ജീവിക്കുക. അങ്ങനെയുള്ള യഥാർത്ഥ മുത്തക്കികളിൽ മുഅ്മിനീകളിൽ അല്ലാഹു നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.